Hi, welcome to Science Learning Program. It's me Risha Nazar. നമ്മൾ ഇന്ന് 10th-ലെ കെമിസ്ട്രി പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ചാപ്റ്റർ നല്ല തറവായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആക്ടിവിറ്റി 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഇതെന്താ, നമുക്കൊരു പീരിയോഡിക് ടേബിൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കൊടുത്ത സിമ്പിൾസ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. ഇത് വെറുതെ ABCD അങ്ങനെ തന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഇനി നമുക്കിങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ഇത് ഏതൊക്കെ ബ്ലോക്ക് ആണെന്നൊന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ എന്താ, നമുക്ക് ഇതിലൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇതെന്താ, ഈ 1 2 ഇത് എന്താ, ഇത് S ബ്ലോക്ക് ആണ്. എന്താണ് S ബ്ലോക്ക്? ഇതോ ഈ 3 to 12 പറഞ്ഞ ഗ്രൂപ്പ് എന്താണ്? D ബ്ലോക്ക് ആണ്. എന്താണ്? D ബ്ലോക്ക്. ഇതോ ഈ പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? P ബ്ലോക്ക്. അപ്പൊ ഇതെന്താണ്? P ബ്ലോക്ക്. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം അതിലൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി വെക്കാം. ഓക്കെ, ഇനി എന്താ, ഇനി നമുക്ക് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരാവേ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഇങ്ങനെ ഇത് 13 14 15 അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെയും അതുപോലെ 17 ഇവിടെ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഗ്രൂപ്പിലെയും അതുപോലെ 17th ഗ്രൂപ്പിനും വാലൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 1 ആണ്. എത്ര വരിക? അതിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും പിന്നെ ഏതാ 16th, ഇവിടെ 17 നമ്മൾ പറഞ്ഞത് 16th ഗ്രൂപ്പിൻ്റെയും വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 ആണ് വരിക. ആണോ? അപ്പോൾ നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിനും വാലൻസിയും സെയിം നമ്പർ ആയിരിക്കും. പക്ഷേ വാലൻസിക്ക് എന്താ, ചാർജ് ഉണ്ടാവില്ല. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിലോ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ എന്താ, നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണെങ്കിലോ പോസിറ്റീവ് വാല്യൂ. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെയും എലമെന്റ്സ് എന്താ ചെയ്യുക? എസ് ബ്ലോക്കിലെ എലമെന്റ്സ് ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുക. അതായത് അതിന് +1 +2 അങ്ങനെയൊക്കെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക. മനസ്സിലായോ? അതുപോലെ 17th ഗ്രൂപ്പ് ആകുമ്പോഴോ അത് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുക ചെയ്യുക. ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുമ്പോൾ എന്താ, ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ് വരിക. അപ്പോൾ അതിൻ്റെ വാലൻസി 1. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക? -1 ആണ് വരിക. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലോ 17th ഞാൻ പറഞ്ഞത് 17th ഗ്രൂപ്പിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. സെക്കൻഡ് ഗ്രൂപ്പിന് എന്താ, ഇലക്ട്രോൺസ് എപ്പോഴും വിട്ടു കൊടുക്കുക ചെയ്യുക. അപ്പോൾ +2 വരും. പക്ഷേ 16th ഗ്രൂപ്പിനോ ഇലക്ട്രോൺസ് സ്വീകരിക്കുകയാണ് അവ ചെയ്യുക. അപ്പോൾ എന്താ, -2 വരും. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A പാർട്ട്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് ഓഫ് ദ S ബ്ലോക്ക്. അപ്പോൾ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയാൽ നമുക്ക് സുഖമായില്ലേ കണ്ടെത്താൻ? ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് ഓഫ് S ബ്ലോക്ക്. S ബ്ലോക്കിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? A B. ഏതൊക്കെയാണുള്ളത്? A B. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ എന്താ? ലിസ്റ്റ് ഔട്ട് ദ എലമെന്റ്സ് ഇൻ S ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? A B ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Each element shows +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത്? സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതാ എലമെന്റ് ഉള്ളത്? B. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്താ? B. മനസ്സിലായോ? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Which element contain 5 electrons in the outermost shell? ഏത് എലമെന്റിനാണ് 5 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ളത് നോക്കാം. നമുക്ക് എന്താ, ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്താ 1 അല്ലേ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തേലോ 2. നമുക്ക് P ബ്ലോക്ക് ഒന്ന് എടുത്ത് നോക്കാം.
പി ബ്ലോക്കിൽ നമുക്ക് എന്താ ആദ്യം 15 നോക്കട്ടെ. ഈ നോക്കാവേ 15. അപ്പൊ എന്താ നമ്മൾ എങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p3. ഇവിടെ ഏതാ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് പറഞ്ഞാൽ എന്താ? ഈ 3 അല്ലേ? അപ്പോൾ 3 ഇതില് എസില് 2 ഇലക്ട്രോണും ഉണ്ട്, പിയില് 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര? ടോട്ടൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ ചോദിച്ചേ? 5 ഇലക്ട്രോണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എലമെന്റ് ഏതാന്നാ ചോദിച്ചത്. അപ്പൊ എന്താ ആൻസർ? ഇ. ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ 15 ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? 2 8 5 അല്ലേ? അപ്പം എന്താ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 5 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ എന്താ കിട്ടിയത്? ഇ ആണ് നമ്മൾ ആൻസർ കിട്ടിയത്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ല തറവായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the element that has 5p electrons in the outermost shell? 5p electrons ആണ് നോക്കേണ്ടത് അല്ലേ? നമ്മളിപ്പോൾ ചെയ്തത് എന്താ? ഈ നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? 1s2 2s2 2p6 3s2 3p3. p3 അല്ലേ വന്നത്? അപ്പൊ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? p5 ഇലക്ട്രോൺ വരുന്നത് ഏതിലാണെന്ന്. അപ്പൊ നമുക്ക് എന്താ 15 നമുക്ക് ചെയ്തപ്പോൾ എന്താ കിട്ടിയേ? 1s2 2s2 2p6 3s2 3p3. അപ്പൊ നമ്മൾ എന്താ 17 ചെയ്ത് നോക്കാം. 16 ആകുമ്പോൾ എന്താ വരിക? 3p4 വരും. 17 ആകുമ്പോൾ 3p5. നമുക്കൊന്ന് എഴുതി നോക്കാം. 17 എങ്ങനെയാ വരാ? 1s2 2s2 2p6 3s2 3p5. അപ്പൊ എന്താ പിയില് 5 ഇലക്ട്രോൺസ് ഉള്ളത് കിട്ടി. ഏതാ 3ല് 5 ഇലക്ട്രോൺസ് ഉള്ളത്? ആൻസർ എന്താ? ജി. മനസ്സിലായോ? ഇനി വേറൊരു മെത്തേഡ് കൂടെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിപ്പോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടി. ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞിട്ടെ. നമ്മൾക്കിപ്പോ എന്താ ചോദിച്ചത്? പിയില് 5 ഇലക്ട്രോൺസ് ആണ് ചോദിച്ചത്. പിയില് 5 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ് ഏതാന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് പിയില് 5 ഇലക്ട്രോൺസ് ഉള്ളതാണ് ചോദിച്ചത്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുക? ഇതൊരു പി ബ്ലോക്ക് ആണ് ആണല്ലോ. ഇതൊരു പി ബ്ലോക്ക് ആണ്. എന്താണ് പി ബ്ലോക്ക്? അപ്പൊ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കാണുക? പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കാണുക? പറയും. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കാണുക? പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമുക്ക് കാണണമെങ്കിൽ 12 പ്ലസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള പിന്റെ ഇലക്ട്രോൺസ് എത്രയാണോ, പിന്റെ പവർ എത്രയാണോ വരുന്നത്, എത്ര ഇവിടെ പിന്റെ പവർ നമുക്ക് പറഞ്ഞത് 5 ഈക്വൽ ടു, അതാണ് അതിന്റെ ഗ്രൂപ്പ്. 12 പ്ലസ് 5 ഈക്വൽ ടു 17. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അതായത് പി ബ്ലോക്ക് ആയതുകൊണ്ട് അതിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കാണാം? 12 പ്ലസ് പിന്റെ മുകളില് പിന്റെ പവർ എത്രയാണോ ഈക്വൽ ടു 17. അപ്പൊ ഇതെന്താ 17th ഗ്രൂപ്പിലാണ്. അപ്പൊ ജി ആണ് ആൻസർ. മനസ്സിലായോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Which are the elements in which the last electron enters the d subshell? എന്താ അതിന്റെ ആൻസർ എന്താ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൂടെ? ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന എലമെന്റ്സ് ഇവിടെ ഏതൊക്കെയാണ്? എങ്ങനെ മനസ്സിലാവുക? അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഡി ബ്ലോക്കിൽ ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? സി ഡി. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ എസ് പി ഡി എന്ന് അടയാളപ്പെടുത്തുന്നതുകൊണ്ടല്ലേ ഗുണം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം. എന്താണ് ആൻസർ? എന്താ വരിക? സി ഡി. ഡി ബ്ലോക്കിലെ എലമെന്റ്സിലാണ് ലാസ്റ്റിലുള്ള ഇലക്ട്രോണ് ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ എന്താ ആൻസർ? സി ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Which element has the highest ionization energy? എന്താ അയണൈസേഷൻ എനർജി പറഞ്ഞാല്? നമുക്ക് ഇലക്ട്രോൺസിനെ
ലൂസ് ചെയ്യാനുള്ള എനർജിയാണ്. അതായത് ഇപ്പോൾ ഇലക്ട്രോൺസ് നല്ല ടൈറ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ അത് നമുക്ക് എന്താ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. ഇപ്പം എന്താ ഈ എസ് ബ്ലോക്കിലൊക്കെ അവസാന ഷെല്ലിൽ എന്താ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അധികം ഇലക്ട്രോൺസ് ഇല്ലല്ലോ. അപ്പം എന്താ പെട്ടെന്ന് നമുക്കത് ലൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ സൈസ് കുറയും തോറും എന്താ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആയിട്ട് നല്ല അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് എന്താ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. എന്തിന്? അത് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ഏതിനാ? നോബിൾ ഗ്യാസ് എച്ച്. നോബിൾ ഗ്യാസസ് എന്താ ഹൈലി സ്റ്റേബിൾ ആണ് അല്ലേ. ഞാൻ എക്സാമ്പിൾ പറയട്ടെ. നിയോൺ ഒരു നോബിൾ ഗ്യാസ് അല്ലേ. നിയോൺ എങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നില്ല കേട്ടോ. 2,8 അല്ലേ. അപ്പോൾ അതെന്താ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് ഹൈലി സ്റ്റേബിൾ ആണ്. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനം സ്റ്റെബിലിറ്റി കളയാൻ ശ്രമിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താ നമുക്ക് ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും അന്ന് ഇലക്ട്രോൺസ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? എന്താ ഇവിടെ ആൻസർ? എച്ച്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഈസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ? നമ്മൾ പഠിച്ചു പി ബ്ലോക്കിൽ മെറ്റൽസ് ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട്. പി ബ്ലോക്കിൽ എന്തൊക്കെ മെറ്റൽസ് ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസ് ഉണ്ട് ആണല്ലോ, മെറ്റലോയിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം എന്താ വിച്ച് ഈസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ ജി ആണ് കേട്ടോ. ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ജി ആണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് എലമെന്റ് ഷോസ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നല്ല സുഖല്ലേ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ. ഫസ്റ്റ് ഈ പടം വരച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡ് ഗ്രൂപ്പ് ആവുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിനും 16th ഗ്രൂപ്പിനും 2 ആണ് വാലൻസി. പക്ഷെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ? സെക്കൻഡ് ഗ്രൂപ്പിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരിക, 16th -2. അതായത് ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ. 16th പറയുമ്പോൾ എങ്ങനെയാ? 2, 8, 6 അല്ലേ. അപ്പൊ എന്താ ഇതിന് 2 ഇലക്ട്രോൺസും കൂടെ കിട്ടിയാൽ എന്താവും? 2, 8, 8 ആവും. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ എന്താ അത് 2 ഇലക്ട്രോൺസും കൂടെ സ്വീകരിച്ചിട്ട് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവാൻ ശ്രമിക്കും. അപ്പൊ എന്താ നമ്മൾ എന്താ പറയാ, 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുമ്പോൾ എന്താ പറയാ, 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചാർജ് എന്താ? -2. ഇനിയിപ്പോൾ ഇത് 2 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തേക്കാണെങ്കിൽ എന്താ? +2. ഇവിടെ 2 ഇലക്ട്രോൺസ് സ്വീകരിച്ചതായതുകൊണ്ട് -2. അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ആൻസർ എന്താ? 16th ഗ്രൂപ്പിൽ ഏതാ ഇവിടെ എലമെന്റ് ഇല്ലേ? എഫ്. എന്താ ആൻസർ? എഫ്. മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The outermost electronic configuration of an element in this is, നമുക്ക് ഒരു എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എന്താ നമുക്ക് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക്, ഇതൊക്കെ ഞാൻ വായിക്കട്ടെ. നമുക്ക് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് ഒരു എലമെന്റിന്റെ. എന്താ തന്നെ? 2s2 2p6 ഇങ്ങനെ തന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നമ്മൾ എങ്ങനെ എഴുതുക? 1s2 2s2 2p6. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം. ഇത് മൊത്തം ഈ ഇലക്ട്രോൺസ് മൊത്തം എണ്ണി നോക്കുക. 6 + 2 + 2 = 10. അപ്പൊ 10 ആണ് എന്ത്? അതിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. ഇലക്ട്രോൺസിന്റെ എണ്ണം തന്നെയല്ലേ അറ്റോമിക് നമ്പർ 10 ആണ്. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് ദ എലമെന്റ്? ഏതാ എലമെന്റ്? അറ്റോമിക് നമ്പർ 10 ഉള്ള എലമെന്റ് ഏതാ? നിയോൺ. ഏതാ? നിയോൺ ആണല്ലോ. ഏതാ ഇവിടെ എന്താ ആൻസർ? അല്ല ഇത് ഇവിടെ എന്താ ആൻസർ വരിക? നിയോൺ ഏതാ? എച്ച്. എന്താണ് അറ്റോമിക് നമ്പർ 10 ഉള്ള എലമെന്റ് ഏതാണ്? നിയോൺ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ഡൗൺ ദ കംപ്ലീറ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ആദ്യം എഴുതിയിട്ടില്ലേ കംപ്ലീറ്റ്? എന്താ? 1s2 2s2 2p6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എലമെന്റ്. നമുക്ക് എഴുതിക്കൂടെ?
ആ എലമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? നിയോൺ എന്താ? ഒരു നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് ആകുമ്പോൾ ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അത് ലെസ് റിയാക്റ്റീവ്, ഇനാക്റ്റീവ് ആയിരിക്കും, ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. പിന്നെന്താ? നോബിൾ ഗ്യാസസ് ലെസ് റിയാക്റ്റീവ് ആൻഡ് ഹൈലി സ്റ്റേബിൾ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. ഇവിടെ നിങ്ങൾ നിയോൺ എച്ച് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ നിയോണൊന്നുമില്ല, നിയോൺ ആണ് 10 എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്താ ഇവിടെ എന്താ ഈ ഫിഗറിൽ നോക്കുമ്പോൾ എന്താ ആൻസർ വരിക? എച്ച് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ എ ആൻഡ് ജി. എൻ്റെയും ജിയും തമ്മിൽ ചേരുമ്പം എന്താണ് അതിന്റെ കെമിക്കൽ ഫോർമുല? നമ്മളത് ചോദിച്ചത്. നമ്മൾ എങ്ങനെയാ എഴുതുക? ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതിന്റെ ഫസ്റ്റ് റൈറ്റ് മെറ്റൽ, അതായത് ഫസ്റ്റ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതുക. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് മെറ്റൽസ് ആണ് നമ്മൾ ഫസ്റ്റിൽ എഴുതുക, പിന്നെയാണ് നോൺ മെറ്റൽസ് എഴുതുക. ആണല്ലോ? മെറ്റൽസ് ആണ് ഫസ്റ്റ് എഴുതുക. ഇവിടെ എന്താ എസ് ബ്ലോക്കിൽ ഉള്ളതല്ലേ, അപ്പൊ നമുക്ക് എന്താ എ ആദ്യം എഴുതാം കേട്ടോ. നമുക്ക് എ ആദ്യം എഴുതാം. ഏതൊക്കെ തമ്മിലാ? എയും ജിയും തമ്മിലല്ലേ നമ്മൾ ചോദിച്ചത്? എ ആദ്യം എഴുതാം. ആണല്ലോ? അപ്പൊ എന്താ ഞാൻ ഫസ്റ്റ് പറഞ്ഞെന്താ? എ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളതിന്റെ വാലൻസി എത്രയാ പറഞ്ഞത്? 1 ആണല്ലോ. പിന്നെയോ ജി എന്ന് പറഞ്ഞാൽ ഏതിലാ വരുന്നത്? 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിലെ എലമെന്റിന്റെ വാലൻസി എന്താ? 1. അപ്പൊ ഇത് രണ്ടും ചേരുമ്പോ എന്താ എഴുതുക നമ്മള്? എ ജി. എന്താ എഴുതുക? എ ജി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ മെറ്റൽസ് ആണ് ഫസ്റ്റ് എഴുതുക കേട്ടോ. ജി എന്ന് എഴുതാൻ പാടില്ല. എന്താ എഴുതണ്ടേ? എ ജി തന്നെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. ലെറ്റസ് എസ് എസ്. ഓക്കെ, based on the hints given, find out the atomic number and write down the subshell electronic configuration of the element. എഴുതാം നമുക്ക് എന്തൊക്കെ തന്നത് ഇവിടെ പറഞ്ഞാല് പീരിയഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ്. ഇതായി നോക്കട്ടോ. അപ്പൊ എന്താ പീരിയഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ്. എന്താ നമുക്ക് കാണാൻ ചോദിച്ചത്? Find out the atomic number and write down subshell electronic configuration. എന്താ എങ്ങനെ ഇതിന്റെ അറ്റോമിക് നമ്പറും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതുക? ഇവിടെ നമുക്ക് എന്താ തന്നത്? പീരിയഡ് 3 തന്നെ. പീരിയഡ് 3 എന്ന് പറഞ്ഞാൽ എന്താ? ലാർജസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആണ് 3 ആണല്ലോ. ഗ്രൂപ്പ് അത് തന്നത് ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 17 എന്ന് പറയുമ്പോൾ എന്താ? പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിൽ ആണ് വരിക. പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലാണ് വരിക. അതായത് എന്താണ്? അതൊരു പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. എന്തൊക്കെ നമുക്ക് മനസ്സിലായേ? ഷെല്ലിന്റെ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ അതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞില്ലേ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കാണുക? ഗ്രൂപ്പ് എങ്ങനെ കാണുക? ഇവിടെ ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടില്ലേ? 17 ഈക്വൽ ടു എന്താ? 12 പ്ലസ് പിന്റെ മേലെയുള്ള പവർ. അപ്പൊ എത്ര കൂട്ടണം? ഇവിടെ 17 കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 5 ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായേ? ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോ എന്താ? 3p5. എങ്ങനെ മനസ്സിലായോ? എങ്ങനെ 3 എങ്ങനെ കിട്ടിയത്? നമുക്ക് തന്നിട്ടുണ്ട് പീരിയഡ് 3 ആണെന്ന്. പീരിയഡ് 3 എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഷെല്ലിന്റെ നമ്പർ 3. പിന്നെയോ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പ് തന്നപ്പോൾ നമുക്ക് മനസ്സിലായി 3p5 ആണെന്ന് വരിക ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ? എന്താ? 1s2 2s2 2p6 3s2 3p5 ആണല്ലോ. അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാ? എത്രയാ? ഇത് ഫുള്ളും പ്ലസ് ചെയ്താൽ എത്ര വരിക? 5 + 2 + 6 + 2 + 2 = 17. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 എന്ന് കിട്ടി. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കിട്ടി ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തന്നെ? ബി എന്ന് പറഞ്ഞാല് പീരിയഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലോ 6 ആണല്ലോ. ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലാവുക?
പീരീഡ് 4 എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ 4. പിന്നെയോ ഗ്രൂപ്പ് 6 എന്ന് പറയുമ്പോൾ എന്താ ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞാൽ അത് ഒരു ഡി ബ്ലോക്ക് എലമെന്റിലാണ്. ഡി ബ്ലോക്കിൽ വരിക. ഗ്രൂപ്പ് 1 ഉം 2 എന്താ എസ് ബ്ലോക്കിൽ, 3 മുതൽ 12 വരെ എന്തിലാ ഡി ബ്ലോക്കിൽ, പിന്നെയോ 13 മുതൽ 18 വരെ പി ബ്ലോക്കിൽ. അപ്പൊ ഇവിടെ എന്താ ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞാൽ അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. എന്താ നമുക്ക് മനസ്സിലായേ? അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കണം കേട്ടോ. എന്താ മനസ്സിലായത് നമുക്ക്? അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. പിന്നെ വേറെ കാര്യം ചെയ്യട്ടെ, ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കാണുക? ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കാണുക? ഡി അവസാന, അതായത് ലാസ്റ്റ് എൻട്രി ചെയ്യണ ഡി ഇലക്ട്രോൺ, ലാസ്റ്റ് എൻട്രി ചെയ്യണ ഡി സബ്ഷെല്ലിന്റെ പവറിന്റെ വാല്യൂ. അതുപോലെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതായത് ഇപ്പോ 3d5 4s2 ഇങ്ങനെ വിചാരിച്ചോ, ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് എങ്ങനെ നമ്മൾ കാണുക? 5+2 അതായത് ഡിയുടെ പവർ, ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്ന സബ്ഷെൽ ഡിന്റെ പവർ പ്ലസ് എന്താ അതിന്റെ തൊട്ടടുത്തുള്ള എസിലുള്ള ഇലക്ട്രോൺസ്, അതായത് ഡി പ്ലസ് എസ്, ഡിന്റെ ഇലക്ട്രോൺസ് പ്ലസ് എസിന്റെ ഇലക്ട്രോൺസ്. അപ്പൊ എത്രയാ? 5+2 ആണോ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് നോക്കട്ടോ. ഇവിടെ എന്താ നമുക്ക് പറഞ്ഞത്? ഡി ബ്ലോക്ക് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് എത്ര തന്നത്? 6 അല്ലേ? 6 ഈക്വൽ ടു ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പൊ നമ്മളത് വെറുതെ ഒരു എക്സ് എന്ന് കൊടുത്ത് പ്ലസ് എസിലെ ഇലക്ട്രോൺസ് എത്ര ഉണ്ടാവുക? എസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 2 അല്ലേ? അപ്പൊ നമുക്ക് ഈ എക്സിനെ ഇവിടെ നിർത്തി, എന്നിട്ട് ഈ 2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എത്രയാ? 6 - 2 ഈക്വൽ ടു 4. അപ്പൊ എക്സ് ഈക്വൽ ടു എത്രയാ? 4x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഡിന്റെ മേലുള്ള പവർ ആണ് കേട്ടോ എക്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? 4 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെയാ വരിക? മാക്സിമം നമ്പർ അല്ലേ? ഇവിടെ പീരിയഡ് 4 വന്നുകൊണ്ട് മാക്സിമം നമ്പർ 4. 4s2 3d എത്ര ഇപ്പൊ വന്നത്? 3d4. ഇത് നമ്മൾ എങ്ങനെ എഴുതുക? ഇതിങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇല്ല. 4s1 3d5. എന്താ അങ്ങനെ എഴുതുന്നേ? എന്താണ് അങ്ങനെ എഴുതുന്നേ? ക്രോമിയത്തിന്റെ കേസും കോപ്പറിന്റെ കേസും നമ്മൾ ടെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? അതായത് D5 എന്ന് പറഞ്ഞാല് എന്താ? ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ അതിന് മോർ സ്റ്റേബിൾ ആയിരിക്കും. ഈ കോൺഫിഗറേഷനെക്കാളും സ്റ്റേബിൾ എന്താണ്? ഈ കോൺഫിഗറേഷൻ ആണ്. അതുപോലെ എന്താ? D10 എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ അതും ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പൊ നമ്മൾ 4s2 3d4 എഴുതാൻ പാടില്ല കേട്ടോ. 4s1 3d5 എന്നാണ് എഴുതാൻ പാടുക. അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കാം. എന്താ വരിക? 1s2 2s2 2p6 3s2 3p6 4s2 അതായത് 4s1 3d5. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഒന്ന് പ്ലസ് ചെയ്ത് നോക്ക്. 2 + 2 + 6 + 2 + 6 + 1 + 5 എത്രയാ വരിക? 24. എത്രയാ വരിക? 24 ഏതാ എലമെന്റ്? ക്രോമിയം ആണല്ലോ. അപ്പം നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് when the last electron of an atom was filled in 3d subshell, the subshell electronic configuration was 3d8. Answer the following questions. എന്താ നമുക്ക് ഇവിടെ പറഞ്ഞത്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് 3d സബ്ഷെല്ലിലാണ്. എന്താണ്? 3d8 ആണ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുക? അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായേ? അതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് മനസ്സിലായി. പിന്നെന്താ ചോദിച്ചത്? അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്തൂടെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തൂടെ? ലാസ്റ്റ് എൻറ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായി? 3d8 3d സബ്ഷെല്ലിലാണ് ലാസ്റ്റ് എൻറ്റർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താ? 1s2 2s2 2p6 3s2 3p6 3d8 4s2. എങ്ങനെ എഴുതാം? 4s2 3d8 അങ്ങനെ എഴുതാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? അറ്റോമിക് നമ്പർ എത്രയാ? ഇത് ഫുള്ള് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര അറ്റോമിക് നമ്പർ കിട്ടുക?
28. എന്താ എത്ര കിട്ടുക അറ്റോമിക് നമ്പർ? 28. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? അറ്റോമിക് നമ്പർ ഈക്വൽ ടു 28. ഇനി എന്താ നമുക്ക് അറിയണ്ടേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബ്ലോക്ക്. ബ്ലോക്ക് നമുക്ക് ആദ്യം മനസ്സിലായില്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ 3Dയിലാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ബ്ലോക്ക്? ഡി ബ്ലോക്ക്. ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പീരിയഡ് നമ്പർ. എന്താ ചോദിച്ചത്? പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജസ്റ്റ് ഷെല്ലിന്റെ വാല്യൂ. ഇവിടെ ഏതാ ലാർജ് വാല്യൂ? ഏതാ? 3 or 4 ലാർജ്? 4 അല്ലേ? അപ്പൊ എന്താ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4. 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പീരിയഡ് എത്ര നമുക്ക് കിട്ടുന്നത്? 4. മനസ്സിലായോ? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ എങ്ങനെ നമുക്ക് കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞു ഡി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ നോക്കുക? ഈ ഡിയിലെ ഇലക്ട്രോൺസ് പ്ലസ് അതിന്റെ തൊട്ടടുത്തുള്ള എസിലെ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഡിയിൽ ഇവിടെ എത്രയുള്ളത് ഇലക്ട്രോൺസ്? 8. എസിലോ 2. 8 + 2 = 10. എത്ര? 8 + 2 = 10. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാ വരുന്നത്? 10. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Pick out the wrong subshell electronic configuration from those given below. നമുക്ക് കുറച്ച് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ റോങ് കണ്ടെത്തണം. ഫസ്റ്റ് എന്താ കൊടുത്തേ? 1s2 2s2 2p7. ഇത് റോങ് ആണോ അതോ കറക്റ്റ് ആണോ? ഇത് റോങ് ആണോ കറക്റ്റ് ആണോ? എന്താ പിയില് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര കൊള്ളുക? 6 ഇലക്ട്രോൺസ് പിയില് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ എത്ര അക്കോമഡേറ്റ് ചെയ്ത്? 7. അപ്പൊ അതെന്താ 2p6 വരെ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ്? റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 1s2 2s2 2p2. ഇത് ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അതെ, യെസ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? 1s2 2s2 2p5 3s1. ഇതെന്താ? ഇത് കറക്റ്റ് ആണോ? അല്ല. എന്താ കറക്റ്റ് അല്ലാത്ത? പിയില് മാക്സിമം നമുക്ക് 6 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം. ഇതിൽ ഫുൾ അക്കോമഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് ഇതിലേക്ക് ഇലക്ട്രോൺസ് പോവുള്ളൂ. അപ്പൊ ഇതെന്താ? തെറ്റാണ്. ഇത് നമ്മളൊക്കെ എങ്ങനെ എഴുതുക? 1s2 2s2 2p6 എന്നാണ് കേട്ടോ എഴുതുക. ഇതിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എന്താണ് അടുത്തയിലേക്ക് പോവുള്ളൂ. അപ്പൊ എന്താ? ഇത് തെറ്റാണ്. അതിന്റെ കറക്റ്റ് എന്താ? 1s2 2s2 2p6 ആണല്ലോ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഡി എന്താ? 1s2 2s2 2p6 3s2 3p6 3d2 4s1. ഇത് ശരിയോ തെറ്റോ? ഇതെന്താ? തെറ്റല്ലേ? അതായത് എന്താ? 4s കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് 3ഡിയിലേക്ക് പോകുക. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് എഴുതുക? 3p6 4s2 3d1. അതായത് 3p6 3d1 4s2. ഇങ്ങനെയുള്ളത് എഴുതുക അല്ലേ? എസിൽ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ എന്താ? ആ ഫസ്റ്റ് എഴുതിയ കോൺഫിഗറേഷൻ തെറ്റാണ്. നമുക്ക് എങ്ങനെ എഴുതുക? 4s2 3d1 അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 1s2 2s2 2p6 3s2 3p6 3p6 3d2 4s2. ഇത് ശരിയല്ലേ? 4s കംപ്ലീറ്റ് ആയില്ലേ? 4s എസിൽ എത്ര മാക്സിമം ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ 2. അപ്പൊ ഇത് ശരിയാണ്. ഈ കോൺഫിഗറേഷൻ എന്താ? തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഏതൊക്കെ കോൺഫിഗറേഷനാണ് തെറ്റുള്ളത്? എ തെറ്റാണ്, അതുപോലെ സി തെറ്റാണ്, അതുപോലെ ഡിയും തെറ്റാണ്. നമ്മൾ കറക്റ്റ് ആക്കി കൂടെ എഴുതിട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The element X in group 17 has 3 shells. If so, write the subshell electronic configuration of the element. Write the period number. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ നമുക്ക് തന്നെ? ഗ്രൂപ്പ് 17 ഹാസ് 3 ഷെൽ. ഗ്രൂപ്പ് എത്ര തന്നത്? ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 17 എന്ന് പറയുമ്പോൾ എന്താ? അതൊരു
പി ബ്ലോക്കിലുള്ള എലമെന്റ് ആണ് ആണല്ലോ. പിന്നെന്താ നമുക്ക് തന്നത് ഷെല്ല്, 3 ഷെല്ല് ആണ് തന്നത്. 3 ഷെല്ല് എന്താ തന്നത്? 3 ഷെല്ല്. ഒരു ഷെൽ 1 ഷെല്ലാണെങ്കിൽ അതിലെന്താ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഷെല്ലാണെങ്കിലോ എസ് ഉണ്ടാവും, എസ് അക്കോമഡേറ്റ് ചെയ്യും, പി ഉണ്ടാവും. 3 ആണെങ്കിലോ എസ് ഉണ്ടാവും, പി ഉണ്ടാവും, ടി ഉണ്ടാവും അല്ലേ. ഇവിടെ എന്താ 3 ഷെല്ലും തന്നിട്ടുണ്ട്. അപ്പൊ എന്താ 3 ഷെല്ലും തരുമ്പോ എന്താ 3 ആണ് അതിന്റെ മാക്സിമം വാല്യൂ. അതായത് പീരിയഡ് എന്താണ് 3 ആണെന്ന് മനസ്സിലായി. പിന്നെന്താ 3 ഷെൽസ് തന്നിട്ടില്ലേ. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് 3 ഷെല്ലാണ് കേട്ടോ. ഓക്കെ, 17 ആയതുകൊണ്ട് എന്താ അത് പി ബ്ലോക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ പി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കാണുക. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് 17 ഓൾറെഡി തന്നിട്ടുണ്ട്. 17 ഈക്വൽ ടു 12 പ്ലസ് എന്താ 12 പ്ലസ് എന്ത് കൂട്ടുമ്പോ നമുക്ക് 17 കിട്ടുക 5. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായി പിയില് 5 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 3 ഷെല്ല് ആയതുകൊണ്ട് അതിൽ എസ് പി ഡി ഉണ്ടാവും. ഇവിടെ പി ബ്ലോക്ക് ആയതുകൊണ്ട് ഡിയിൽ ഇലക്ട്രോൺസ് ഇല്ല, എസിനും പിയിലും മാത്രമേ ഇലക്ട്രോൺസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ P5 നമുക്ക് കിട്ടി ആണല്ലോ. അപ്പൊ എന്താ വരിക 3 ഷെല്ല് ആയതുകൊണ്ട് 3s 3p. ഇവിടെ പി ബ്ലോക്ക് ആയതുകൊണ്ട് ഡിയിൽ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, പിയില് 5 ഇലക്ട്രോൺസ്, 3 ഷെല്ല് ആയതുകൊണ്ട് എന്താ 3p5. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിക്കൂടെ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ്. എന്താ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 2s2 2p6 3s2 3p5 അല്ലേ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടില്ലേ. റൈറ്റ് ദ പീരിയഡ് നമ്പർ. പീരിയഡ് നമ്പർ എത്രയാ? പീരിയഡ് നമ്പർ 3 ഷെല്ലാന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഇവിടെ മാക്സിമം വലിയ നമ്പർ എത്രയാ 3 അല്ലേ. അപ്പൊ പീരിയഡ് നമ്പർ എത്രയാ നമുക്ക് കിട്ടുന്നത്? പീരിയഡ് നമ്പർ ഈക്വൽ ടു 3. എന്താ പീരിയഡ് നമ്പർ ഈക്വൽ ടു 3. മനസ്സിലായോ? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? What will be the chemical formula of the compound formed if the element X reacts with Y? If the element X reacts with Y of the third period, which contain 1 electron in the p subshell. എന്താ നമ്മളത് പറഞ്ഞത്? നമ്മളടുത്ത് എന്താ പറഞ്ഞേ? ആദ്യം നോക്കണേ. What will be the chemical formula of the compound formed if the X reacts? എന്താണ് X? X reacts with element Y. With element Y of the third period. എന്താ പറഞ്ഞേ? element Y എന്ന് പറഞ്ഞാൽ തേർഡ് പീരിയഡ് ആണ്. ഓക്കെ, തേർഡ് പീരിയഡിലുള്ള എലമെന്റ് ആണ്. എന്താണ്? തേർഡ് പീരിയഡ് ആണ്. മനസ്സിലായോ? തേർഡ് പീരിയഡിലുള്ള എലമെന്റ് ആണ്. പിന്നെന്താ പറഞ്ഞത്? തേർഡ് പീരിയഡ് വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. അതായത് പിയിൽ എന്താ ഉണ്ടാവുക? P1. പിയില് 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞത്? പിയില് 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ? അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? തേർഡ് പീരിയഡും ആണ് 1 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാത്? 1s2 2s2 2p6 3s2 3p1 അല്ലേ. 3p1. അപ്പം ഇതിന്റെ വാലൻസ് നമുക്ക് എത്ര കിട്ടുക? ഇതിന്റെ വാലൻസ് എത്ര നമുക്ക് കിട്ടുക? ഈ എക്സിന്റെ നമുക്ക് ഓൾറെഡി അറിയൂലേ. എക്സ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ 17 അല്ലേ. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് മുതലേ വീഡിയോ കേൾക്കാൻ കേട്ടോ. ഫസ്റ്റിൽ ഞാൻ എന്താ പറഞ്ഞത്? 17th ഗ്രൂപ്പ് ആകുമ്പോ അതിനെന്താണ് അതിന്റെ വാലൻസി എത്ര വരും എന്നാ പറഞ്ഞത്? 1 അല്ലേ. 17th ഗ്രൂപ്പിനാവുമ്പോ എന്താ പറഞ്ഞത്? അതിന്റെ വാലൻസി 1 വരും. അപ്പൊ എന്താ എക്സിന്റെ വാലൻസി എത്ര ഇവിടെ വരിക? 1 അല്ലേ. എക്സിന്റെ വാലൻസി 1. ഇതിന്റെ വാലൻസി എത്ര വരിക? വൈന്റെ വാലൻസി എത്ര വരിക? നിങ്ങൾ പറയും എത്ര വരിക? ഇത് ഞാൻ എനിക്ക് ഇങ്ങനെ എഴുതട്ടെ. ഇതെങ്ങനെയാ നമുക്ക് എഴുതാം? അത് ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാ? 13 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 283. അപ്പൊ എന്താ ഇതിന്റെ വാലൻസി എത്ര വരിക? 3. ഇത് നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണമെങ്കിൽ എങ്ങനെയാ? ഇതിന്റെ ലാസ്റ്റ് ഷെല്ല് ഏതാ? 3 അല്ലേ. ഇതില് എസില് 2 ഇലക്ട്രോൺസ് ഉണ്ട്, പിയില് 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്താ ടോട്ടൽ 3 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ ഇതെന്താ ഇതിന്റെ വാലൻസ് എത്ര വരിക? എത്ര വരുന്നേ? 3 ആണല്ലോ. വാലൻസ് 3. പിന്നെ ഞാൻ എന്താ വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. നമ്മൾ എഴുതുമ്പോൾ
ഫസ്റ്റ് എന്ത് എഴുതണം? ഫസ്റ്റ് മെറ്റൽസ് എഴുതണം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 17th ഗ്രൂപ്പ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ മെറ്റൽ ആണ്. വൈ എന്ന് പറഞ്ഞാൽ തേർഡ് പീരിയഡിലല്ലേ പറഞ്ഞത്, അതെന്താ? മെറ്റൽ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതണം? ആദ്യം നമ്മൾ വൈ എഴുതണം. എക്സ് എഴുതാൻ പാടില്ല. ആദ്യം എന്ത് എഴുതണം? വൈ എഴുതണം. വൈ എഴുതി എക്സ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമ്മളെ വാലൻസി ഞാൻ എളുപ്പത്തിന് പറഞ്ഞു കേട്ടോ. വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെ എക്സ് നമുക്ക് എന്താ കിട്ടിയേ? വാലൻസി 1 ആണ്. വൈക്ക് എത്രയാണ് കിട്ടിയേ? 3. അപ്പൊ നമ്മള് ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോ എന്താ ചെയ്യാം? അങ്ങനെ നമ്മൾ എഴുതുക. ഈ രണ്ട് എക്സും വൈയും റിയാക്ട് ചെയ്തിട്ട് അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോ എങ്ങനെ എഴുതുക? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് എഴുതുക. അതായത് വൈ ഇവിടെ വൈന്റെ ബാലൻസ് 3 അല്ലേ, അത് നമ്മള് എക്സിന്റെ അടിയിൽ എഴുതും. ഓക്കെ, എക്സിന്റെ ബാലൻസ് എത്രയാ? 1. അത് നമ്മൾ എന്ത് ചെയ്തു? വൈന്റെ താഴെ എഴുതും. നമ്മൾ ഇതെന്താണ്? y(x3). മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ മെറ്റൽ എഴുതണം. അതായത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ഫസ്റ്റ് എഴുതണം. പിന്നെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. മനസ്സിലായോ? അപ്പൊ എന്താ നമ്മളെ കെമിക്കൽ ഫോർമുല എന്താ വരുന്നത്? y(x3). എന്താ വരുന്നത്? y(x3). ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The element copper with atomic number 29 undergoes chemical reaction to form an ion with oxidation number +2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p6 4s2 3d9. ഇത് ആക്ച്വലി ഇങ്ങനെ അല്ല എഴുതുക. ആക്ച്വലി എന്താ എഴുതുക? 4s1 3d10. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? D10 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അത് മോർ സ്റ്റേബിൾ ആണ് ആ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇതിന്റെ +2, അതായത് റിയാക്ഷൻ ടു ഫോം ആൻ അയോൺ വിത്ത് ഓക്സിഡേഷൻ നമ്പർ +2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥാക്കുന്നത്? 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു, 2 ഇലക്ട്രോൺസ് പോയി. അപ്പോൾ ആ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഇവിടെ എസ് എന്ന 2 ഇലക്ട്രോൺ പോയി. കോപ്പർ 2+ എന്ന് പറയുമ്പോൾ എന്താ? 2 ഇലക്ട്രോൺസ് പോയി. അപ്പൊ ആ അയോണിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p6 3s2 3p6 3d9 അല്ലേ? 2 ഇലക്ട്രോൺസ് പോയി. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എന്താ? Can this element show variable valency y? ഈ എലമെന്റ്സിന്റെ വേരിയബിൾ വാലൻസി കാണിക്കുമോ? ഈ എലമെന്റ് കാണിക്കൂലേ? എന്തുകൊണ്ടാണ്? അതായത് ഈ ഡി ബ്ലോക്കിലെ എലമെന്റ്സിന് 4s 3d ഇത് രണ്ടുമില്ലേ? 4s ഉം 3d തമ്മിൽ ചെറിയ എനർജി ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ചെറിയ മൈനർ എനർജി ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ? 4s ഉം അതുപോലെ തന്നെ 3dയും രണ്ടും എന്താണ്? റിയാക്ഷൻസിൽ പങ്കെടുക്കും. അപ്പൊ എന്താ? അതുകൊണ്ടാണ് അതിന് വേരിയബിൾ വാലൻസി ഉണ്ടാകുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോ വേരിയബിൾ വാലൻസി ബിക്കോസ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ns and n-1d. എന്താ അങ്ങനെ പറഞ്ഞാല്? അതായത് എസിലെ ഇലക്ട്രോൺസും അതുപോലെ അതിന്റെ തൊട്ടടുത്തുള്ള ഡിയിലെ ഇലക്ട്രോൺസും ടേക്ക് പാർട്ട് ഇൻ ബോണ്ട് ഫോർമേഷൻ. രണ്ടും എന്താണ്? ഇവിടെ എന്താ? 4s അതുപോലെ 3d ഇത് രണ്ടും എന്താണ്? റിയാക്ഷൻസിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് എന്താ? അതിന് വേരിയബിൾ വാലൻസി വരുന്നത്. മനസ്സിലായോ? ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താ? റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഫോർമുല ഓഫ് one compound formed when this element reacts with chlorine. എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഫോർമുല ഓഫ് one compound formed when this element reacts with chlorine. ആണല്ലോ. അപ്പൊ എന്താ? കോപ്പർ 2 അല്ലേ? കോപ്പർ +2. പിന്നെന്താ? ക്ലോറിൻ എന്താ പഠിച്ചത് നമ്മള്? -1 അല്ലേ? ക്ലോറിൻ 17th ഗ്രൂപ്പ് അല്ലേ? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ എഴുതുക? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് CuCl2. കോപ്പറിന് എന്താ? 2 അല്ലേ? അത് ക്ലോറിന്റെ താഴെ എഴുതുക. ക്ലോറിന്റെ 1
ക്ലോറിൻ്റെ 1 കോപ്പറിൻ്റെ താഴെ എഴുതുക. അപ്പം എന്താ നമുക്ക് ക്യാൻസർ കിട്ടുക? CuCl2. എന്താ കിട്ടുക? CuCl2. അതായത് എന്താണ് ഇതിൻ്റെ വാലൻസീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പം എന്താ നമുക്ക് കിട്ടുക? കോപ്പർ CuCl2 കിട്ടും. മനസ്സിലായോ? ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? certain subshells are given below. എന്തൊക്കെയാ നമുക്ക് സബ്ഷെൽസ് തന്നത്? certain subshells are given below. എന്തൊക്കെയാ തന്നത്? 2s 2d 3f 3d 5s 3p. ഇതില് എന്താ ക്വസ്റ്റ്യൻ? which are the subshell that are not possible. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? അങ്ങനെ എഴുതുക. 1 2 3 4 5. 1 ഏതൊക്കെയാ സബ്ഷെൽ അല്ലേ? എസ് ആണല്ലോ. 2 ആവുമ്പോഴോ എസ് വരും, പി വരും. 3 ആവുമ്പോഴോ എസ് വരും, പി വരും, എസ് പി ഡി വരും. 4 ആവുമ്പോഴോ എസ് വരും, പി വരും, ഡി വരും, എഫ് വരും. 5 എസ് വരും, പി വരും, ഡി വരും, എഫ് വരും. ഇങ്ങനെ എഴുതുക നമുക്ക്. അപ്പോൾ ഇവിടെ ഇതിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 2s. 2 എസ് വരുന്നില്ലേ? 2s. അപ്പം എന്താ ഇത് പോസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2d. 2 ഡി വരുന്നുണ്ടോ? ഇല്ലല്ലോ. 2 എസ് പിയും മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പം എന്താ ഇത് റോങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 3f. 3 എഫ് വരുന്നുണ്ടോ? 3 എന്താ? 3s 3p 3d വരെ വരുന്നുള്ളൂ. അപ്പം എന്താ ഇതും റോങ് ആണ്. പിന്നെന്താ വരുന്നത്? 3d. 3d വരുന്നുണ്ടോ? 3 എന്താ? എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. അപ്പം എന്താ ഇത് കറക്റ്റ് ആണ്. 5s 5 എസ് വരുന്നില്ലേ? അപ്പോൾ ഇതും കറക്റ്റ് ആണ്. പിന്നെയോ 3p. 3 എന്താ? എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. അപ്പം എന്താ ഇതും കറക്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും കേട്ടോ. അപ്പം ഇതിലെന്താ 2ഉം 2ഡിയും അതുപോലെ 3എഫും പോസിബിൾ അല്ല ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഗിവ് റീസൺ. എന്താ? ഇൻ ഷെൽ നമ്പർ 2 എന്താ? ഓൺലി എസ് ആൻഡ് പി സബ്ഷെൽസ് ആർ പോസിബിൾ. എസും പിയും മാത്രമേ പോസിബിൾ ഉള്ളൂ, ഡി പോസിബിൾ അല്ല. പിന്നെയോ ഇൻ ഷെൽ നമ്പർ 3 ഓൺലി എസ് പി ഡി ആർ പോസിബിൾ. 3f എന്താ? എഫ് പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അതെല്ലാം നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ.